ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പെർഫെക്റ്റായി എങ്ങനെ ഉണ്ണിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 1.5 കപ്പ് പച്ചരി കുതിർത്തി വെച്ചത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചക്കര അധികം വെള്ളമൊന്നും ചേർക്കാതെ മെൽറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കരപ്പാനി ഒഴിക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. 3 ചക്കര ചേർക്കുമ്പോൾ ഇതൊരു മീഡിയം മധുരമാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു അച്ച ചക്കര കൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 മൈസൂർ പഴവും കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. ഇത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുക. ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുത്ത് ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചും അല്ലെങ്കിൽ നെയ്യ് മാത്രം ഉപയോഗിച്ചും ചുട്ടെടുക്കാവുന്നതാണ്. നെയ്യ് മാത്രം ഉപയോഗിച്ച് ചുട്ടെടുക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നതെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളർ മാറുകയും ഉൾഭാഗം വേവാതെ വരികയും ചെയ്യും. ഇനി ലോ ഫ്ലെയിമിലാണ് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നതെങ്കിൽ ഉണ്ണിയപ്പം കുറേ സമയം എണ്ണയിൽ കടന്ന് ഹാർഡായി പോവാനും ചാൻസ് ഉണ്ട്. അപ്പക്കാരവും മൈദയും ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ണിയപ്പം നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ആവുമ്പോൾ ചട്ടിയിൽ നിന്നും ഉണ്ണിയപ്പം എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയതും പെർഫെക്റ്റ് ആയതുമായ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റായി അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.